എന്റെ എല്ലാ മക്കൾക്കും എന്റെ എല്ലാ സുന്ദരന്മാർക്കും സുന്ദരികളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലിവിംഗ് വേൾഡിന്റെ ചാപ്റ്റർ 1 ലിവിംഗ് വേൾഡിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല പവർ പാക്ഡ് ആയിട്ടൊരു സ്വാഗതം തന്നെ ഞാൻ പറയാണ്. ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് വളരെ ത്രില്ലടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളും എന്റെ കൂടെ നല്ല അതുപോലെ തന്നെ എനർജി പവറായിട്ട് എന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് പാർട്ട് 2 കടക്കാം. ഓക്കെ, ഓക്കെ മക്കളെ, നമ്മള് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഏതാ പഠിച്ചത്? നമ്മുടെ സയന്റിഫിക് നെയിം, അതുപോലെ തന്നെ ഫാമിലി, ഓർഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആരുടെ? ഹ്യൂമൻ ബീങ്സിന്റെ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് ഫ്ലൈഡ് അല്ലെങ്കിൽ മുസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് ഹൗസ് ഫ്ലൈഡ് സയന്റിഫിക് നെയിം. അപ്പൊ അതിന്റെ ഫാമിലി, ക്ലാസ്, ഓർഡർ, ബാക്കി ഇനി വരുന്ന ഓരോ ഓർഗാനിസംസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും, അതേപോലെ ടാക്സോണമിക് പേരുകളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഹൗസ് ഫ്ലൈഡ് മുസ്ക ഡൊമസ്റ്റിക്കയുടെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനും നമ്മൾ ചെറിയ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെയുള്ള ഒരു ട്രിക്കും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ നല്ല പവറായിട്ട് നിൽക്കണം. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹൗസ് ഫ്ലൈഡ് നമുക്ക് പഠിക്കാം. അപ്പൊ ഞാനിവിടെ ബോർഡില് നമ്മുടെ ഹൗസ് ഫ്ലൈഡ് ഫാമിലി, ഓർഡർ, ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് ഓടിച്ചു പോകാം അല്ലെ. അപ്പൊ മുസ്ക ഡൊമസ്റ്റിക്ക, അത് നമ്മുടെ ഹൗസ് ഫ്ലൈഡ് എന്നാണ് സയന്റിഫിക് നെയിം ആണെന്ന് പറയുന്നത്, മുസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാമിലി നോക്കുന്നത് യുസീരിയെ. അതിന്റെ ഫാമിലി എന്താണ്? യുസീരിയെ. ഓർഡർ എന്താണ്? ഡിപ്റ്റെറ. ഓർഡർ എന്താണ്? ഡിപ്റ്റെറ. അതേപോലെ തന്നെ ക്ലാസ് എന്താണ്? ഇൻസെക്റ്റ. ഇൻസെക്റ്റ് ആണല്ലോ അല്ലെ. എന്താണ് ക്ലാസ്? എന്താണ്? ഇൻസെക്റ്റ. ഫൈലം. ഫൈലം എന്താണ്? ആർത്രോപോഡ. ഞാനിവിടെ ഡിവിഷൻ എഴുതാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് നമ്മള് ആനിമൽസിന്റെ കാര്യം പറയുന്നതാണ് ഫൈലം വരുന്നത്, പ്ലാന്റ്സിന്റെ കാര്യം പറയുന്നതാണ് എന്ത് വരുന്നത്? ഡിവിഷൻ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മുസ്ക ഡൊമസ്റ്റിക്ക അഥവാ ഹൗസ് ഫ്ലൈഡ് വരുന്ന കാര്യങ്ങള്. ഞാൻ ആ ബോക്സ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ജസ്റ്റ് ട്രിക്കാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ട്രിക്കിലേക്ക് പോകാം. എന്താണ്? മ്യൂസിക് ഡിപ്ഡ് ഇൻ എയർ. അതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് സെന്റൻസ്. മ്യൂസിക് ഡിപ്ഡ്. ആ മ്യൂസിക് നമ്മളിപ്പോ ഡിപ്പം എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് ഡിപ്ഡ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു സൗണ്ട് ആണ് വിചാരിക്കാം. ഇൻ എയർ. അപ്പൊ മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണത്? മ്യൂസീരിയ ആണ് അല്ലെ. മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസീരിയ ആണ്. എന്താണ്? ഫാമിലി ആണ്. ഡിപ്ഡ്. ഡിപ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്റ്റെറ. അതെന്താണ്? ഓർഡർ ആണ്. ഇൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റ. അതെന്താണ്? ക്ലാസ് ആണ്. പിന്നെ എയർ എന്താണ്? ആർട്രോപോഡ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്താണ്? ഫാമിലി, ഓർഡർ ടു ക്ലാസ്സിൽ പോകാൻ. അത് നമ്മുടെ എന്തായിരുന്നു? വേറൊരു ട്രിക്ക് ആയിരുന്നു. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇത് പഠിച്ച് കഴിഞ്ഞ് എല്ലാ മക്കൾക്കും മാങ്ങ വലിയ ഇഷ്ടമല്ലേ? എനിക്ക് മാങ്ങ ഭയങ്കര വലിയ ഇഷ്ടം. അപ്പൊ നമ്മൾ ഇനി അടുത്തത് മാംഗോയുടെ, അതാണ് നമ്മുടെ മാമ്പഴത്തിന്റെ സയന്റിഫിക് നെയിം, ഫാമിലി, ക്ലാസ്, ഓർഡർ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്? ക്വിക്കായിട്ടൊന്ന് ഓടിച്ച് എന്തൊക്കെയാ നമുക്ക് നോക്കാം. നമുക്ക് ട്രിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ മാജിഫെറ ഇൻഡിക്ക അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? റൂൾസ് പറഞ്ഞ സമയത്ത് നമ്മൾ മാജിഫെറ ഇൻഡിക്ക പറഞ്ഞിരുന്നു. മാജിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ് മാജിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ അനകാഡേസിയെ. ഫാമിലി എന്താണ്? അനകാഡേസിയെ. ഓർഡർ വരുന്നത് സാപ്പിൻഡാസ് എന്ന് പറയുന്നതാണ് ഓർഡർ വരുന്നത്. അതിന്റെ ക്ലാസ് പറയുന്നത് ഡൈക്കോട്ടിലിഡോണെ. എന്താണ് ക്ലാസ് വരുന്നത്? ഡൈക്കോട്ടിലിഡോണെ. അതുപോലെ തന്നെ ഡിവിഷൻ അല്ലെ, അത് നമുക്ക് പ്ലാന്റ് ആണല്ലേ. മാംഗോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഡിവിഷൻ ആണ് ഇവിടെ വരുന്നത്. ഡിവിഷൻ ഏതാണ്? ആൻജിയോസ്പെർമിയെ. എന്താണ്? ആൻജിയോസ്പെർമിയെ. ഇനി അടുത്ത ബോട്ടണിയുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ആൻജിയോസ്പെർമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കി ഇനി നമ്മുടെ ട്രിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഇത് ഒരു ചെറിയൊരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു ലോജിക് ഇല്ലാത്ത കഥയാണ്. ഇതിന്റെ ലോജിക് ഒന്നും നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, കാരണം ഒരു ലോജിക് ഇല്ലാത്തൊരു കഥയാണ്. ഓക്കെ, നമുക്ക് എന്താ ട്രിക്ക് നോക്കാം.
അനാക്കോണ്ട, സാപ്പിട്ട, ഡിക്കാപ്രിയോ, അഞ്ചാം നാൾ പുഴയിൽ പൊങ്ങി. ഓക്കെ, അനാക്കോണ്ട, സാപ്പിട്ട, ഡിക്കാപ്രിയോ, അഞ്ചാം നാൾ എവിടെ പൊങ്ങി? പുഴയിൽ പൊങ്ങി. പുഴയിലോ തോട്ടിലോ കടലിലോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഓക്കെ, എവിടെയാണ്? അഞ്ചാം നാളാണ് പൊങ്ങിയേക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്? അനാക്കോണ്ട, അനാക്കാഡീസിയെ സാപ്പിട്ടാൽ, അത് കഴിച്ചു ഭക്ഷിച്ചു അല്ലേ? സാപ്പിട്ടാൽ സാപ്പിണ്ടാൽ. പിന്നെന്താണ്? ഡിക്കാപ്രിയോ, ഡൈക്കോട്ടിലിഡോനെ. എപ്പോഴാ പൊങ്ങിയത്? അഞ്ചാം നാൾ. ആൻജിയോസ്പെർമ്. സിമ്പിൾ അല്ലേ? അടിപൊളിയല്ലേ? പഠിച്ചില്ലേ? അപ്പൊ ഇത്രയുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? വീറ്റ് ആണ് അല്ലെ? വീറ്റ് ആണ്. വീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പലർക്കും ഇപ്പൊ വിശക്കുന്നുണ്ടാവും. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീറ്റിലേക്ക് പോകാം. അപ്പൊ വീറ്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ട്രിറ്റിക്കം എസ്റ്റിവം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇതിൽ ജീനസ് നെയിം സ്പീഷീസ് നെയിം ഞാൻ എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ തന്നെ അതിന്റെ ജീനസും സ്പീഷീസും ആണ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഇതില് കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഫാമിലി ഓരോ ക്ലാസ്സിന്റെ കാര്യങ്ങളായിരിക്കും നമുക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യത മാറിപ്പോകുന്നത് അതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എഴുതുന്നത്. എന്തുകൊണ്ട് ഞാൻ ജീനസ് സ്പീഷീസ് എഴുതിയില്ല എന്ന് നമുക്ക് വിചാരിക്കരുത്. ഈ കാരണം കൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അത് നമുക്ക് വായിക്കാല്ലേ? ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞാൽ പോയേസിയെ. അതേപോലെ ഓർഡർ എന്താണ്? പോയേസ്. ദെൻ ക്ലാസ് മോണോകോട്ടിലിഡോനെ. അതേപോലെ തന്നെ ഡിവിഷൻ എന്താണ്? ആൻജിയോസ്പെർമിയയാണ്. ഇവിടെ എന്താണ്? മോണോകോട്ടിലിഡോനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലാസ് ചെയ്ത് ബീച്ചിന്റെ കാര്യത്തിൽ മാംഗോ എഴുതിയപ്പോ അല്ലെങ്കിൽ മാജിക്കൽ ഇൻഡിക്ക് എഴുതിയപ്പോ നമ്മൾ ഡൈക്കോട്ടിലിഡോണ എഴുതിയത്. എന്താണ് മോണോകോട്ട്, എന്താണ് ഡൈക്കോട്ടും എന്ന് മക്കൾക്ക് അറിയാൻ വിശ്വസിക്കുന്നു. മോണോകോട്ട് എന്താണ്? സിംഗിൾ കോട്ട് ഉള്ളവരാണ് മോണോകോട്ടിലിഡൻ എന്ന് പറയുന്നത്. രണ്ട് കോട്ടിലിഡൻസ് ഉള്ളവരാണ് ഡൈക്കോട്ടിലിഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. മോണോ ഡൈ ആ ഒരു വാക്കിൽ നിന്ന് നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയത് ആരാണ്? ഗംഗയാണ്. പക്ഷേ ഇവിടെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണത് ഗംഗയല്ല. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നത് നമ്മുടെ കാര്യത്തില് ആരാ പോകുന്നത്? സിയയാണ് പോകുന്നത്. ഓക്കെ, സിയ അല്ലിക്ക് ആഭരണം എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, സിയ അല്ലി എന്ന് വിചാരിക്കട്ടോ. സിയ അല്ലിക്ക് ആഭരണം എടുക്കാനായിട്ട് എവിടെയാ പോകുന്നത്? നമ്മുടെ ഈ മുത്തൂറ്റിലും നമ്മുടെ ഭീമാ ജ്വല്ലേഴ്സ് അവിടെ ഒന്നും അല്ല, ദോസാലുക്കാസ് അവിടെ ഒന്നും അല്ല പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള മോഹൻ ചേട്ടന്റെ കടയിലാണ് അവർ പോകുന്നത് അല്ലെ? എന്താണ്? മോഹൻ ചേട്ടന്റെ കടയിലാണ് പോകുന്നത്. ആ കുട്ടികളൊക്കെ മോഹൻ ചേട്ടന്റെ കടയിലാണ് ആര് പോകുന്നത്? സിയയും അല്ലിയും ആഭരണം എടുക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന സമയത്ത് അവർ കാണുന്നതാണ് നമ്മൾ മോഹൻ ചേട്ടൻ അവിടെ പോയി ആന്റിക് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? പഴയ സാധനങ്ങളുടെ പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അവരങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ എന്തിനാ വന്നത്? അവർ ആഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് മറന്നിട്ട് മോഹൻ ചേട്ടൻ ഓരോ ആന്റിക് പീസുകളൊക്കെ നോക്കി അവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. എന്താണ്? അല്ലിക്ക് ആഭരണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിയാണ്. അല്ലിക്ക് ആഭരണം എടുക്കാൻ അല്ലിയാണ് ആദ്യം വരുന്നത് എന്ന് വിചാരിക്കരുത്. ആരാണ്? സിയയാണ് ആദ്യം വരുന്നത്. സിയാണ് പോകുന്നത് അല്ലിക്ക് ആഭരണം എടുക്കാൻ. എവിടെ പോകുന്നു? മോഹൻ ചേട്ടന്റെ കടയിൽ പോകുന്നു. അടുത്ത സമയത്ത് എന്ത് കണ്ടു? നമ്മുടെ മോഹൻ ചേട്ടന്റെ കുറച്ച് ആന്റി കളക്ഷൻസും കാര്യങ്ങളെല്ലാരും നമ്മുടെ സിയും അതേപോലെ അല്ലി നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വീറ്റ്. നമ്മൾ പഠിച്ചിരിക്കുകയാണ്. വീറ്റിന്റെ ചെറിയൊരു ട്രിക്ക്, ചെറിയൊരു കഥയോട് നമ്മൾ അതും പഠിച്ചു. അപ്പൊ നമ്മുടെ എന്താണ് 4 കൂട്ടങ്ങൾ നമ്മളിവിടെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഒരു ഘട്ടം, അതോടുകൂടി ഈ ചാപ്റ്റർ ഫിനിഷ്, എൻഡ് ഓഫ് ദി സ്റ്റോറി. ഓക്കെ, അപ്പൊ അതെന്താണ്? ടാക്സോണമിക് എയ്ഡുകളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ടാക്സോണമിക് എയ്ഡ് എന്ന് പറഞ്ഞാൽ എയ്ഡ് എന്താണ്? ഒരു സഹായം കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ടാക്സോണമിക് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ക്ലാസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. ആ ഒരു സഹായികളെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു സഹായി എന്ന് പറയുന്നത് ഹെർബേറിയം. എന്താണ്? ഫസ്റ്റത്തെ സഹായിയാണ് ഹെർബേറിയം. ഈ ഒരു ഹെർബേറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹെർബ് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് എന്ന് നമുക്ക് എന്താണ് പെട്ടെന്ന് അതായത് പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും ഉള്ള ഒരു ചെറിയ ഒരു തമാശ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ?
എന്താണ് എവിടെയെങ്കിലും എന്തെങ്കിലും പൂവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പറിച്ചൊക്കെ ബുക്കിൽ വെച്ച് അത് ഉണക്കിയൊക്കെ സൂക്ഷിക്കുന്ന സ്വഭാവം ചിലർക്ക് ജേണലൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്തുണ്ടാവും. അങ്ങനത്തെ ചെറിയ ചെറിയ ക്രേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനും ഇടയ്ക്ക് പോലെ പൂവ് വിലയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് ഇങ്ങനെ ഉണക്കി അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. അതേപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെ. അപ്പൊ അത് ആ സമയത്തും നമുക്കറിയില്ല ഇത് ഹെർബേറിയമാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെർബേറിയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നൊന്നും നമുക്കപ്പോ അറിയില്ല. ഓക്കെ, അപ്പൊ ഹെർബേറിയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഈ പ്ലാന്റ്സ് അത് മൊത്തത്തില് നമ്മൾ പൂ പിടിച്ചെടുക്കുന്ന പോലെയല്ല, ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു കട്ടിയുള്ള എന്തെങ്കിലും ബുക്കോ സംതിങ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നല്ലതുപോലെ പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിലുള്ള വാട്ടർ കണ്ടന്റ് ഫുള്ളായിട്ട് റിമൂവ് ആയിട്ട് പോകണം. എന്നാലാണ് ഇത് ഉണങ്ങി വരുള്ളൂ. ഈ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി പോയിട്ട് ഇത് ഉണങ്ങി നല്ല ഒരു ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചെടിയൊക്കെ ഇവിടെ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ. ഇപ്പൊ കാലങ്ങൾ ഇങ്ങനെ കഴിയും തോറും ചിലപ്പോൾ കുറെ ചെടികളൊക്കെ, പുതിയ ചെടികൾ ഉണ്ടായി വരാം, പഴയ ചെടികൾ നശിച്ചൊക്കെ പോകാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണ് ഹെർബേറിയം എന്നാണ് നമ്മൾ അതിന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ചെടി പറിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡ്രൈ ചെയ്യാണല്ലേ. അതിനെ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹെർബേറിയം എന്ന് പറയുന്നത്. ഈ ഹെർബേറിയത്തില് നമ്മളിങ്ങനെ ജേണലൊക്കെ ചെയ്ത സമയത്ത് ഓരോന്ന് എഴുതിയൊക്കെ വെക്കുന്നത് പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി നോട്ട് ചെയ്തൊക്കെ വെക്കും. അതെന്താണ്, നമ്മൾ എപ്പോഴാണ് ഇത് കളക്ട് ചെയ്ത ഡേറ്റ്, എപ്പോഴാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തത്, ആരാണിത് കളക്ട് ചെയ്തത്, കളക്ടേഴ്സ് നെയിം, കളക്ടറിന്റെ പേരല്ല, ഇത് കളക്ട് ചെയ്ത ആളുടെ പേരാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഡേറ്റ് എഴുതുന്നു, എന്നാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തത്, ആരാണ് ഇത് കളക്ട് ചെയ്തത്, ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണ്, ബൊട്ടാണിക്കൽ നെയിം അഥവാ സയന്റിഫിക് നെയിം. ഫാമിലി നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അതിന്റെ ഫാമിലി എന്താണ്, ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാകും, ഒരു ഹെർബേറിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടാക്സോണമിക് എയ്ഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലേ, നമ്മൾ സ്കൂളിന് ടൂറൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ. അപ്പൊ എന്താണ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ, ഹെർബേറിയം എന്ന് പറയുമ്പോൾ ഡ്രൈ ചെയ്തിട്ടാണ് അവർ പ്രിസർവ് ചെയ്ത് വെച്ചത്, അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ. പക്ഷെ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ സൂക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ലൈവ് ആയിട്ടുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ലൈവ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാകും, ആ ഒരു പ്ലാന്റിന് ബൊട്ടാനിക്കൽ നെയിം ഉണ്ടാകും അല്ലെ. ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ബൊട്ടാനിക്കൽ നെയിം ഉണ്ടാകും. അതുപോലെ തന്നെ അത് ഏത് ഫാമിലിയിലാണ് വരുന്നത് എന്നുള്ള കാര്യവും ആ മരത്തിന്റെ തൊട്ട് കീഴിലായിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് എവിടെയൊക്കെയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉള്ളത്. ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ക്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത്. ഇന്ത്യയിലെ 2 ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആണ് നമ്മുടെ എക്സാം പഠിക്കാനുള്ള ഫേമസ് ആയിട്ടുള്ള 2 ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആണ് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെ, ഹൗറയിലാണ് കാണുന്നത്. അതേപോലെ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ലക്നൌവിലാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനോട് തന്നെ നമ്മൾ ആ പ്ലാന്റ്സിനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്തിട്ടല്ല അവരെ വെക്കുന്നത്, അവരെ ജീവനോട് തന്നെ അവർ ഏത് രീതിയിൽ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള എവിടെയാണ് നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണെന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിലെ ക്യൂ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ 2 എണ്ണം ഉണ്ട്. ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ അത് ഹൗറായിലാണ് ഉള്ളത്. അതുപോലെ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയാണ്, ലക്നൌവിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒരു ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള 2 ടാക്സോണമിക്കൽ എയ്ഡാണ്. എനിക്ക് പോകാനും കാണാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള സ്ഥലമാണ്. 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, മ്യൂസിയം അതേപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക്. ഈ സുവോളജിക്കൽ പാർക്ക് നമ്മുടെ സൂ, അതാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സൂ ഇതാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂസിയം ആൻഡ് സുവോളജിക്കൽ പാർക്ക്. മ്യൂസിയം എന്ന് പറയുന്നത് നമുക്ക് അറിയാലേ,
സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്കൂൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, റിസർച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസർവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് മ്യൂസിയം എന്ന് പറയുന്നത്, അല്ലെ? മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇൻസെക്ട് ബോക്സ് കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബട്ടർഫ്ലൈസ്, പല 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 ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ ഇൻസെക്ട് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുന്നതല്ലേ. അപ്പൊ ഇൻസെക്ടുകളെ പ്രിസർവ് ചെയ്യുന്നതാണ് അവർ ഇൻസെക്ട് ബോക്സിലാണ് ഇൻസെക്ടുകളെ പ്രിസർവ് ചെയ്ത് അവര് വെക്കുന്നത്, അല്ലെ? ഇൻസെക്ട് ബോക്സിൽ എന്താ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യും? അവരവിടെ പിടിക്കും, അതിനെ പിടിച്ചിട്ട് അവരെ കൊല്ലും, എന്നിട്ട് അവരെന്ത് ചെയ്യും? പിൻ ചെയ്തു. ഫസ്റ്റ് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും, കില്ല് ചെയ്യും, പിൻ ചെയ്യും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യും? ഇൻസെക്ട് ബോക്സിൽ എന്ത് ചെയ്യുന്നത്? അവരത് സൂക്ഷിച്ച് വളരെ സെറ്റ് ആയിട്ട് വെക്കുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഒരുപാട് ജീവനുള്ള ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ മറ്റേ ജാറ് പോലെ അല്ലെ ഫോർമാലിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ്? അവര് ഡെഡ് ആയിട്ടോ? അപ്പൊ ജീവനുണ്ടോ? ഇല്ല, ഡെഡ് ആണ്. അതേപോലെ തന്നെ ഈ പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ചിലപ്പോൾ ബ്രെയിൻ, ഓർഗൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതേപോലെ ജാറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു ഫോർമാലിലേക്ക് ഇട്ട് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫോർമാലിട്ട് എന്തെയും അങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കെൽട്ടൺസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. സ്ഥികൂടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ വലിയ സ്ഥികൂടങ്ങൾ ഉണ്ടാവും, വലിയ ആന, അങ്ങനെയുള്ള വലിയ വലിയ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ ചില ഓരോരോ മ്യൂസിയത്തിൽ അവർ ഇങ്ങനെ പണ്ട് എല്ലാം സെറ്റ് ആക്കിയത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്താണ്? സ്റ്റഫ്ഡ് ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ പുലി, അതേപോലെയുള്ള പുലി ഉണ്ടാകും, കടുവ ഉണ്ടാകും, സിംഹം ഉണ്ടാകും, ആന, അങ്ങനെ ഓരോ മൃഗങ്ങൾ എന്ത് ചെയ്യും? അവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള പ്രിസർവ് ചെയ്ത് അവിടെ സ്റ്റഫ് ആയിട്ട് സ്പോഞ്ച് അല്ല മറ്റേ കോട്ടൺ അതൊക്കെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും? വെച്ചിട്ടുണ്ടാകും. നമുക്കത് കാണാനും നമുക്ക് പഠിക്കാനും ഒക്കെ എന്ത് ചെയ്യും? മ്യൂസിയത്തിലൊക്കെ പോയി നമുക്ക് എന്താ പഠിക്കാനൊക്കെ പറ്റും. അതും എന്താണ്? ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് എന്താണ്? സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് സൂ ആണ്. നമ്മുടെ ഹെർബേറിയത്തിന്റെ കാര്യം പറയുമ്പോൾ ഡ്രൈ ചെയ്തിട്ടാണ് അവിടെ വെക്കുന്നത്, അല്ലെ? മ്യൂസിയത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലൈവ് ആയിട്ടുള്ള ആൾക്കാരാണോ മ്യൂസിയത്തിൽ കാണുന്നത്? അല്ല, ലൈവ് ആയിട്ടുള്ളവരെല്ലാം അവിടെ വെക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് നോക്കുന്നത്, നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ. അതെന്താണ്? ജീവനുള്ള ആൾക്കാരാണ് നമ്മൾ അവിടെ കാണുന്നത്, അല്ലെ? സിംഹം ആയിക്കോട്ടെ, കടുവ ആയിക്കോട്ടെ, ജിറാഫ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ജീവനുള്ളവരെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവർക്ക് നാച്ചുറലി ഉള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്, അല്ലെ? അവര് വസിച്ചു വരുന്ന, അവര് ജീവിച്ചു വരുന്ന നാച്ചുറലി ഉള്ള ഒരു എൻവിറോൺമെന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സുവോളജിക്കൽ പാർക്കിൽ കൊടുത്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും? കൺസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സുവോളജിക്കൽ പാർക്ക് അഥവാ സൂ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡുകൾ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കീ, ഫ്ലോറ, മാനുവൽ, മോണോക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കാം. ഫസ്റ്റ് വേണം നമുക്ക് നോക്കുന്നത് കീയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കീയിലേക്കാണ് പോകുന്നത്. കീ എന്ന് പറയുമ്പോൾ അതൊരു ടാക്സോണമിക് എയ്ഡ് ആണ്. ഇറ്റ് ജസ്റ്റ് ലൈക്ക് കോൺട്രവേഴ്സി ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഓർഗാനിസത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത്. രണ്ട് കോൺട്രവേഴ്സി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും അവിടെ. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ അശ്വമേധത്തിലൊക്കെ 1944 ജനിച്ചു, അതെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണ്, അല്ല. അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ആണോ അല്ലയോ എന്ന് നമ്മൾ അതങ്ങനെ പരിശോധിച്ച് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോരോ സ്റ്റേറ്റ്മെന്റുകളും പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓരോരോ സ്റ്റേറ്റ്മെന്റുകളും എന്തായിരിക്കും? പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒന്നുകിൽ അത് അതെ, അല്ലെങ്കിൽ അത് അല്ല, അങ്ങനെ. അപ്പൊ ഒരു ഓർഗാനിസം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ആ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അക്സെപ്റ്റബിൾ ആയിരിക്കും. വേറൊരു ഓർഗാനിസത്തിന് ആ ഒരു ക്യാരക്ടർ എന്തായിരിക്കുള്ളൂ? റിജക്റ്റബിൾ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീ എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും സിമിലാരിറ്റീസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീ എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താണ്? ഒരു സെന്റൻസ് ആണെന്ന് പറഞ്ഞു, അത് പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത് പറഞ്ഞു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കപ്ലെറ്റ്. നമ്മൾ എന്താ വിളിക്കുന്നത്? കപ്ലെറ്റ്. ഓക്കെ, കപ്പിൾസ് ആണോ? ഓക്കെ, നമ്മൾ എന്താ വിളിക്കുന്നത്? കപ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഓരോ സെന്റൻസുകളും നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഇതിലേക്ക് ഒരു ലീഡ് തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഓരോ സെന്റൻസുകൾ, ഈച്ച് സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് പറയും? ലീഡ് എന്ന് പറയും. ഈച്ച് സെന്റൻസുകളെ നമ്മൾ എന്തെന്ന് പറയും? ലീഡ് എന്ന് പറയും. ഒരു സെന്റൻസ് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും, മറ്റൊന്നെന്തായിരിക്കും? റിജക്റ്റബിളും ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ കീനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറയാവുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞ ഫ്ലോറ. ഫ്ലോറ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിനോ ആലോചിക്കാം, അല്ലെ? ഫ്ലോറ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ഫോണ എന്ന് പറയുമ്പോൾ ആനിമൽസ്, അത് നമുക്കറിയാം. അപ്പൊ ഫ്ലോറ നമ്മുടെ പ്ലാന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു ഏരിയയില് എന്താണ് ആ ഒരു പ്ലാന്റ്സിന്റെ ഹാബിറ്റാറ്റ്?
എങ്ങനെയാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ. ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് കണ്ടീഷനിലാണ് അവർ വളരുന്നത്, ഏത് കണ്ടീഷനിലാണ് അവർ വളരാത്തത്, ഡിസ്ട്രിബ്യൂഷൻ എത്രമാത്രമാണ് അവർ കാണുന്നത്, എത്രത്തോളം അവരിങ്ങനെ പരന്നു കിടക്കുന്നുണ്ട്, കുറച്ചാണോ കൂടുതലാണോ ധാരാളമായിട്ട് വളരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുള്ള ഒരു ഡാറ്റ ആണ് എന്തെന്ന് പറയുന്നത് ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാനുവൽ. മാനുവൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്ലാന്റ്സിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര പ്ലാന്റുകൾ ഉണ്ട്, അതിന്റെ പേരുകൾ എന്താണ്, അതിന്റെ ഫാമിലി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ നമ്മുടെ മാനുവലിൽ വരുന്നു. ഓക്കെ, മാനുവൽ അത് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, മോണോഗ്രാഫ്. മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ആണോ അല്ലെങ്കിൽ ക്ലാസ് ആണോ ഓർഡർ ആണോ, ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന്റെ ഒരു ടാക്സ് ഏതെങ്കിലും ഒരു ടാക്സോണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോണോഗ്രാഫ്. സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് മോണോഗ്രാഫ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, കീ പഠിച്ചു, ഫ്ലോറ പഠിച്ചു, മാനുവൽ പഠിച്ചു, മോണോഗ്രാഫ് പഠിച്ചു. കീ പഠിച്ചു നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കീ എന്ന് പറഞ്ഞ കോൺട്രവേഴ്സിയുള്ള ഈച്ച് സെന്റൻസുകളാണ്. ആ ഈച്ച് സെന്റൻസുകൾ എന്ന് പറയുന്ന പെയേഴ്സ് ആയിട്ട് നമ്മൾ അതിനെന്ത് പറയും, കപ്ലറ്റ് എന്ന് പറയും. ആ ഈച്ച് സെന്റൻസുകൾ നമ്മൾ ലീഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഓർഗാനിസത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കും, മറ്റേ ഓർഗാനിസത്തിന് അതെന്തായിരിക്കും, അത് റിജക്റ്റബിൾ ആയിരിക്കും. ഫ്ലോറ എന്ന് പറയുന്നത് എന്താണ്, പ്ലാന്റ്സ്, പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ ഹാബിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പറ്റി പഠിക്കുന്നതാണ് ഫ്ലോറ എന്ന് പറയുന്നത്. മാനുവൽ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ നമ്പേഴ്സ് അല്ലെ, അവരുടെ പേര്, നമ്പേഴ്സ് അല്ല അവരുടെ പേര്, നെയിംസ് ആണ് എന്തെന്ന് പറയുന്നത് മാനുവൽ എന്ന് പറയുന്നത്. മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടാക്സോണിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മോണോഗ്രാഫ് എന്ന് പറയുന്നത്.